മലയാറ്റുകര കരിങ്കൽ ക്വാറി പ്രവർത്തനം നിർത്തണമെന്ന ആവശ്യം നാട്ടുകാരുടെ സത്യാഗ്രഹ സമരം തുടങ്ങി. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്തിലെ തായന്നൂർ വില്ലേജിൽ ജനവാസ കേന്ദ്രമായ മലയാറ്റുകരയിൽ പ്രവർത്തനം ആരംഭിച്ച വൻ മാഫിയയുടെ നേതൃത്വത്തിലുള്ള കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയും നീരുറവുകൾ വറ്റാൻ കാരണമാവുകയും ചെയ്യുന്ന കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് ദുർബല വിഭാഗങ്ങൾ താമസിക്കുകയും ചെയ്യുന്ന പ്രദേശത്താണ്. ജനങ്ങളുടെ ജീവിതം മുട്ടിച്ചുള്ള വികസനത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും പബ്ലിക് ഹിയറിംഗ് പോലും നടത്താതെ ലൈസൻസ് നൽകിയ സാഹചര്യം പരിശോധിക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ജില്ലാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിഷയസമിതി കൺവീനർ പ്രൊഫസർ ഗോപാലൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ കോമ്പൗണ്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ 4-5 പേരുടെ പേരിൽ കേസുണ്ടെന്ന്. ഞങ്ങൾ അവരുടെ പ്രദേശം അതിക്രമിച്ച് കയറി അവരുടെ JCBയുടെ ചില്ലെറിഞ്ഞു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് ഉണ്ടായത്. കേസ് ഭാഗ്യത്തിന് ആ CI അന്നത്തെ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായി. ഞങ്ങൾ വിളിച്ചു. അത് എനിക്കറിയുന്നവർ, ഞാൻ പണ്ട് ക്വിസ് നടത്തിയപ്പോൾ അതിൽ ക്വിസ് കേൾക്കാൻ വേണ്ടി വന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. ഒപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന പരിഷത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തകൻ മുരളി മാഷയുടെ അദ്ദേഹത്തെ നന്നായി അറിയുന്ന വള്ളിക്കോത്തുകാരനായ ആളായതുകൊണ്ട് ഒരുപാട് സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായതാണ്. ഇവർ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് കാണിക്കുന്നത് ഈ നടത്തിപ്പുകാർക്ക് ഈ അധികാര സംവിധാനത്തോടുള്ള അവരുടെ സ്വാധീനമാണ് ചേർക്കുക. കാരണം ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു അവരോട്. ജനകീയ സമിതി ചെയർമാൻ മധു നർക്കല അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് U തമ്പാൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന 1ാം ദിന സമരത്തിൽ 46 പേർ പങ്കെടുത്തു. പഞ്ചായത്ത് മെമ്പർ സജിത ശ്രീകുമാർ, K ഹരികുമാർ, VK രാജൻ, ഷിൻസ് ജോർജ്, MD രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. രമേശൻ മലയാറ്റുകര സ്വാഗതവും വിജി വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.